പ്രിയ സൗഹൃദങ്ങൾക്കെൻ്റെ വിനീത നമസ്കാരം. ഞാൻ പ്രസാദമരാഴി. അർഹതയുള്ളവരെ അംഗീകരിച്ചില്ലെങ്കിലും അവഗണിക്കരുത്. അവഗണന അനുഭവിച്ചവർക്കേ അറിയൂ. ഇന്നലല്ലായിരുന്നോ ഫ്ലവേഴ്സ് ക്ലബിന്റെ വാർഷികാഘോഷം? അതെ, അത് ഗംഭീര പരിപാടിയല്ലായിരുന്നു? ആണോ? അല്ല, നിന്നെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഇന്നെന്താണ് ഒരു പുതിയ ചർച്ച? ഞങ്ങളുടെ ഫ്ലവേഴ്സ് ക്ലബിന്റെ വാർഷികം, അതല്ലേ ചർച്ച? അജയ, പറയടാ, ഇന്നലത്തെ നിങ്ങളുടെ വാർഷികത്തിന്റെ വിശേഷങ്ങൾ. അതിപ്പോ എന്ത് പറയാനാ രാജേട്ടാ, അടിപൊളി പരിപാടിയായിരുന്നു. അത് ശരിയാട്ടോ. വീട്ടിൽ നിന്ന് കുട്ടികൾ പറയുന്നത് കേട്ടു. അമല പോളിന്റെ കദളിവാഴ കയ്യിലും ചിഞ്ചു റാണിയുടെ പിന്നെയും പിന്നെയും തകർത്തെന്നാ പറഞ്ഞേ. അങ്ങനെയാ കേട്ടത്. ആൺതുണയില്ലാത്ത പെണ്ണുങ്ങളിലോ, അവരും വല്ലപ്പോഴും സന്തോഷിച്ചോട്ടെ. ആർക്ക് സന്തോഷമില്ലാന്ന്? കദളിവാഴക്കയ്യുടെ കെട്ടിയോനെ ഇപ്പോഴും കാമദേവനായിട്ട് നടക്കുന്നുണ്ട്. അപ്പറഞ്ഞത് ശരിയാട്ടോ. അയൽപക്കത്തെ പെണ്ണുങ്ങളെ കാണുമ്പോൾ വാക്കിലും നോക്കിലും അയാൾക്ക് കാമം ഉണ്ടാവാറുണ്ട്. ഷുഗറാണെന്നേ, പാവം കരഞ്ഞു തീർക്കുകയാണെന്നേ. അതുപോട്ടെ, പ്രാദേശിക പരിപാടി ആയതുകൊണ്ട് പ്രദേശത്തെ കലാകാരന്മാരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ഫാർമസിസ്റ്റ് ഇല്ലേ, എന്തായിരുന്നു അവളുടെ പേര്? കലിയുഗ ഗാന്ധാരി. ഓളാ ഞങ്ങളെ ഫ്ലക്സ് അടിച്ചത്. ആ ഫ്ലക്സിൽ അവളുടെ പേരും കൂടി വെച്ചിട്ടുണ്ടല്ലോ. ജനങ്ങളെ കയ്യിൽ നിന്ന് പലിശ പിരിച്ച് പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? പിന്നെ എങ്ങനെയാണാവോ? അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുന്നത് തെറ്റില്ല കേട്ടോ. ഒന്ന് പോടാ, പണി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെയൊന്നും അല്ലടോ, ഇതിനൊക്കെ ഒരു റൂൾസ് ഉണ്ട്. പണം പിരിച്ചു ചെയ്യുന്ന പരിപാടിയാണ്. അയൽക്കൂട്ടങ്ങളെയോ റെസിഡൻസിനെയോ ബന്ധപ്പെട്ട് അതാത് വാർഡുകളിലെ ഗോൾഡ് മെഡലും ഉയർന്ന മാർക്കും വാങ്ങിയ വിദ്യാർത്ഥികളെയും ഉയർന്നു വരുന്ന കലാകായിക രംഗത്തുള്ള പ്രതിഭകളെയും തിരഞ്ഞുപിടിച്ച് അവരെയൊക്കെ ആദരിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത്? ആരെങ്കിലും പരാതിപ്പെട്ടാലേ രജിസ്ട്രേഷനും കട്ടാവും, പ്രസിഡന്റ് ജയിലിലും പോവേണ്ടി വരും. ഞാൻ അങ്ങ് പേടിച്ചു രാജേട്ടാ. പാർക്ക് വിനോദേ ഫ്ലവേഴ്സിന്റെ ഭാരവാഹികളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനിത്? വന്നല്ലോ. എൻ്റെ തൊലിയായിരിക്കും ഉരിഞ്ഞോണ്ടിരിക്കുന്നതല്ലേ? അങ്ങനെയൊന്നും അല്ലടാ. കൂട്ടത്തിലൊരുത്തൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ അവൻ്റെ തൊലി ഉരിയും. അതാണല്ലോ പതിവ്. അതുകൊണ്ട് വെച്ചാ. ഇനി ഉള്ളത് പറയാലോ. ഇന്നലത്തെ വാർഷികത്തെക്കുറിച്ച് തന്നെയായിരുന്നു ചർച്ച. അപ്പത്തിന് നിന്റെ പേര് പറയാതിരിക്കുമോ? ഓ, അങ്ങനെ ഓർമ്മിപ്പിച്ച നന്നായി. അല്ല ചേട്ടാ, പ്രാദേശിക പരിപാടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നാട്ടുകാരോട് പണപ്പിരിവ് നടത്തി ടൂർ പോകാന്നുള്ളതാ? ഞങ്ങൾ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിലേ നാട്ടുകാർക്ക് നല്ല ചിക്കൻ ബിരിയാണിയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. തിന്നാനെന്തെങ്കിലും കിട്ടിയാൽ അവിടേക്ക് ചായുന്ന പ്രതികരണശേഷിയില്ലാത്ത ഒരു വിഭാഗം അടിമകളാണ് തങ്ങളെന്ന് ഒരിക്കൽ കൂടി പ്രജകൾ തെളിയിച്ചു. നീ കൂടുതൽ വായിട്ടലക്കണ്ട. ഞങ്ങൾക്കറിയാം ഒരു പരിപാടി അങ്ങനെ നടത്തണമെന്ന്. അത് ഏതെങ്കിലും ഒരു പ്രതിഭയെ നിങ്ങൾ ആ വേദിയിൽ ആദരിച്ചോ? ഓ, ഒരു ക്യാപ്സ്യൂളിനെ അല്ലാതെ. ഓ, ഞങ്ങൾ വിളിച്ചിരുന്നല്ലോ.
നമ്മുടെ നാട്ടിലുള്ളൊരു കലാകാരനെ? അതെ വിളിച്ചു. നാളെ രാവിലെ നടക്കുന്ന പരിപാടിക്ക് ഇന്ന് രാത്രി 11 മണിക്ക് വിളിച്ചു. അയാളെ നാട്ടിൽ എപ്പോഴും കാണുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അയാളെ നിസാരനായി കണ്ടു. അയാളെ തോൾ കൈവച്ച് നടക്കുന്ന ആളാണ് നിങ്ങൾ. എന്ത് പറയാനാഹേ? അത് ശരിയാ സ്പാർക്കേ. കലാകാരൻ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ സ്വത്താണ്. അതിൽ ചെറിയവനും വലിയവനൊന്നുമില്ല. അയാളുടെ കഴിവിനെയാ നമ്മൾ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും. ഞാനിത് നേരത്തെ ഇവരോട് പറഞ്ഞതാ. ഒരു 4 ദിവസം മുമ്പെങ്കിലും ആദരിക്കുന്നവരെ വിവരമറിയിക്കണമെന്ന്. പലർക്കും പല പരിപാടികളും കാണില്ലേ, ആര് കേൾക്കാൻ? അത് പോട്ടെ എന്ന് വെക്കാം. ഈ ക്ലബ് ഉണ്ടാക്കിയ ഒരാളുണ്ട്, സാമിയേട്ടൻ. അയാളെ ചവിട്ടി പുറത്താക്കിയിട്ടാണല്ലോ ഇപ്പൊ ഇവന്മാർ രാജാക്കന്മാരായത്. പാവം, അയാൾ ഇന്നോ നാളെയോ എന്ന് എണ്ണിക്കിടക്കുക. അയാളെങ്കിലും ഒന്ന് ഓർക്കേണ്ടടോ. ഞാൻ പൊതുവായൊരു കാര്യം പറയാം. ഈ ഇടുങ്ങിയ ചിന്താഗതിക്കാരുടെ കണ്ണില് അവരെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന തോന്നലേ ഉണ്ടാവും. എല്ലാ കാലത്തും ഇങ്ങനെ ആളുകൾ രാജേട്ടാ. തെരുവ് പോലും ഡിജിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അല്പമെങ്കിലും ഉയർന്നു ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിലേ നാട്ടിൽ അടിമകളുടെ എണ്ണം കുറയും. ഒന്ന് പോടാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വിളിച്ചിട്ട് അയാൾ വന്നില്ല. അത് അയാളുടെ അഹങ്കാരമാണെന്നേ ഞങ്ങൾ പറയൂ. അതെ അഹങ്കാരം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. വിശാലമായിട്ടൊന്നും ചിന്തിക്കണ്ട, ഒരല്പം ബോധ്യത്തോടു കൂടി ചിന്തിച്ചാൽ മതി. ആ കലാകാരന് സ്വാശ്രയ സംഘത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നൊരു ആദരവ് നൽകുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാം. വരട്ടെ, വൈകിട്ട് കാണാം. ചേച്ചി, വായനശാലയിലേക്ക് വൈകുന്നേരം വരില്ലേ? തീർച്ചയായും വരണേ, മറക്കല്ലേ. ഓ, ഇപ്പൊ തന്നെ എത്തും. ശരി, ഞങ്ങൾ ശരി. രാജേട്ടാ, നാട്ടിൽ നിന്ന് ഏത് കാര്യത്തിനും ഫ്ലവേഴ്സാണ് അവസാന വാക്കെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ തോന്നാൻ എന്താ കാര്യം? ഫ്ലവേഴ്സ് മുല എന്ന ബോർഡ് വെക്കാൻ വേണ്ടി പാർട്ടിയുടെ കൊടിമരം പിഴുതെറിഞ്ഞ കാര്യമല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അടിമകളുടെ എണ്ണം കുറയുന്നില്ല അല്ലേ? അടുത്തതായി നമ്മുടെ നാട്ടുകാരനും നമുക്ക് പ്രിയപ്പെട്ടവനുമായ കവിയും കഥാകൃത്തുമായ ശ്രീ കബീർദാസിനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കവിത നമ്മളെ ചൊല്ലി കേൾപ്പിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
സ്വന്തം, ഇന്നെല്ലാം എനിക്കെൻ്റെ സ്വന്തം. മണ്ണെൻ്റെ സ്വന്തം, ഈ വിണ്ണെൻ്റെ സ്വന്തം, മലരിൻ മണം പേറി എന്നെ തഴുകുമി കാറ്റെൻ്റെ സ്വന്തം, കടലെൻ്റെ സ്വന്തം. കനവിൻ കളിത്തട്ടുമെൻ്റെ സ്വന്തം, വിശപ്പെൻ്റെ സ്വന്തം, വിയർപ്പെൻ്റെ സ്വന്തം. പെട്ടെന്ന് തീർന്നു പോയല്ലോ, ഒരു 4 വരി കൂടി ചൊല്ലടോ. റീൽസുകൾക്കായി നമ്മൾ വേഷങ്ങൾ കെട്ടുന്നു, വേതനം വാങ്ങുവാൻ വാക്കും വളയ്ക്കുന്നു. അന്യന്റെ കുറ്റങ്ങൾ ചൊല്ലിച്ചിരിക്കുന്നു, അപ്പുറത്തെ മുറിയിലെത്തിയും നോക്കുന്നു. നിന്നിടം തുപ്പി നിറയ്ക്കുന്നു, പിന്നെയോ സ്വയം മോശമെന്ന മുദ്ര നമ്മളിൽ ചാർത്തുന്നു. വേണമെങ്കിൽ നന്നായി ചിരിച്ചിടാം, വേറിട്ടു നിൽക്കുവാൻ വേണം മനസ്സൊന്ന്. ഇത്തിരി ചിന്തയിൽ നന്മയൊരു പൊടി വേണം, ഒത്തിരി നാളിൽ നാം ഉരുവിട്ട മന്ത്രവും. ജാതി മത രാഷ്ട്രീയ നിറഭ്രാന്തുമകലണം, മാനവർ നാം ഒന്ന് തത്വമതുമോർക്കണം. മാനവർ നാം ഒന്ന് തത്വമതുമോർക്കണം. പ്രിയ കവി കബീർദാസിനെ പൊന്നാടി അണിയിച്ച് ആദരിക്കാൻ പ്രൊഫഷണൽസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ അജയ് കുമാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ മഹിളാ സമാജം സെക്രട്ടറി ശ്രീമതി ബാലാമണി ചേച്ചിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അജയേട്ടാ വരൂ, നിങ്ങളെ തന്നെയാണ് വിളിച്ചത്. അജയേട്ടാ വരൂ. അജയേട്ടാ നമസ്തേ. വൈകിയ വേളയിലെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി കവിതയുടെ അർത്ഥവത്തായ വരികൾ ആലപിച്ച് ആസ്വാദനത്തിൻ്റെ സംശുദ്ധമായ ലഹരി നമുക്ക് സമ്മാനിച്ച കവി കബീർദാസിന് എൻ്റെ സ്നേഹം നിറഞ്ഞ അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ വാക്കുകൾ കൊണ്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കലയെ സ്നേഹിക്കണം, കലാകാരനെ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ ആയാൽ സമൂഹത്തെയും പ്രകൃതിയെയും ജീവിതത്തോട് ചേർത്ത് നിർത്താനാവും. നമ്മളിൽ നന്മയുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചും സമൂഹത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ലഭിക്കുകയും ചെയ്യും എന്ന് കവി പറയാതെ പറഞ്ഞു. ഈ അവസരത്തിൽ കലയ്ക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ പ്രിയ സുഹൃത്ത് വിജീഷിൻ്റെ വരികളെ ഞാൻ മനസ്സാ സ്മരിക്കുന്നു. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നിങ്ങൾ
നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നന്ദി.